ഉംറക്ക് നെയ്യത്ത് ചെയ്യുമ്പോ ഇഹ്റാമില് ട്രെയിനിൽ വെച്ച് നെയ്യത്ത് ചെയ്യാൻ സാധിക്കൂലാന്നോ, അല്ലെങ്കിൽ അവിടെ വെച്ച് ഉറങ്ങിപ്പോകും എന്ന് അറിയിപ്പ് കിട്ടൂല എന്നൊക്കെ പേടിയുണ്ടെങ്കിൽ പ്ലെയിനിൽ കയറുമ്പോ തന്നെ ഇഹ്റാം ചെയ്യാം എന്ന് കേട്ടു. അങ്ങനെ പറ്റുമോ? ചോദ്യം ക്ലിയറാണ്. ഇത് പൊതുവെ എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. അതിലാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഹ്റാം എന്ന് പറഞ്ഞാൽ എന്താണ്. ഏതുപോലെ നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ എന്താണ്. പല ആളുകളും തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ കൈ പൊക്കി കാണിച്ചു തരും, രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തി. ഇതല്ല തക്ബീറത്തുൽ ഇഹ്റാം. മറിച്ച് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു വന്ന അള്ളാഹു അക്ബർ എന്ന ഉച്ചാരണത്തിനാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുക. ഇതേപോലെ ഇഹ്റാം എന്ന് പറയുമ്പോൾ ഡ്രസ്സ് മാറ്റുക എന്നല്ല, ഒരു ഡ്രസ്സ് എടുക്കുക, ഒരു ഡ്രസ്സ് പുതക്കുക പുരുഷന്മാർ, ഇതല്ല ഇഹ്റാം എന്ന് പറയുമ്പോൾ. മറിച്ച് ഞാൻ ഉംറയിലേക്ക് പ്രവേശിക്കുന്നു എന്ന നീയത്ത്, അല്ലെങ്കിൽ ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നു എന്ന നീയത്ത് മനസ്സിൽ കരുതലാണ്. ഇത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നേരത്തെ പറഞ്ഞ നിബന്ധനയാണ് ഡ്രസ്സ് മാറിയിരിക്കണം എന്നത്, ഒരു തുണി എടുക്കുക, ഒരു തുണി പുതക്കുക എന്നത്. അപ്പോൾ ഇഹ്റാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഹജ്ജിലേക്ക് അല്ലെങ്കിൽ ഉംറയിലേക്ക് പ്രവേശിക്കുന്നു എന്ന മനസ്സിൻ്റെ കരുതലാണ്. അപ്പോൾ സ്വാഭാവികമായി ഇത് ഉച്ചരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിയത്ത് വരുന്നതിന് മുമ്പ് പുരുഷന്മാർ ഈ പറഞ്ഞ ഡ്രസ്സാണ് ധരിക്കേണ്ടത്. അത് ഒരു പക്ഷേ ഫ്ലൈറ്റിൽ നിന്ന് അത്ര പെട്ടെന്ന് എല്ലാ ആളുകൾക്കും സൗകര്യമായി കൊള്ളണമെന്നില്ല. മാത്രമല്ല ഫ്ലൈറ്റ് അതിവേഗതയിലാണോ പറക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ സൗകര്യം എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പുരുഷന്മാർ അവർക്ക് ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാമിൽ പ്രവേശിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ട ഡ്രസ്സ് ധരിക്കുകയും എന്നിട്ട് ഫ്ലൈറ്റിൽ കയറി ഏകദേശം രണ്ട് കാര്യത്തിൽ നമുക്ക് എവിടെയാണ് മീഖാത്ത് എന്നറിയും. ഒന്ന്, ഈ സീസൺ ആവുമ്പോൾ എല്ലാ ഫ്ലൈറ്റുകളിൽ നിന്നും അറിയും, അനൗൺസ്മെൻറ്റ് വരും. പിന്നീട് തൊട്ടടുത്തുള്ള ആളുകളോടൊക്കെ അനൗൺസ്മെൻറ്റ് വരുമ്പോൾ ഒന്ന് അറിയിക്കണേ. കാരണം ഒരു 5 മിനിറ്റ് മീഖാത്തിൽ എത്തുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പൊക്കെ ആയിരിക്കും അങ്ങനെ അറിയിപ്പുണ്ടാകുക. അപ്പോൾ സ്വാഭാവികമായി എല്ലാവരും ഉണർന്ന് ലബ്ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജത്തൻ അല്ലെങ്കിൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ആരംഭിക്കാൻ സാധിക്കും. രണ്ടാമത്, ഇപ്പോൾ ജിദ്ദയിൽ ജിദ്ദയിൽ ഇറങ്ങുന്നതിന് എത്ര മണി, എനിക്ക് തോന്നുന്നു അരമണിക്കൂർ മുമ്പാന്ന് തോന്നുന്നു മീഖാത്തിൻ്റെ സ്ഥലം. ആ സ്ഥലത്തെത്തുമ്പോൾ ഇനി അനൗൺസ്മെൻറ്റ് ഇല്ലെങ്കിലും ആ സ്ഥലത്തെത്തുമ്പോൾ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മതി. രണ്ടാമത്തെ ചോയ്സ്. ഇതിനൊന്നും സാധിക്കാത്ത ഒരു പക്ഷേ വാർദ്ധക്യ സഹജമായ ആളുകളൊക്കെ ഉണ്ട്. ഇതൊന്നും ഒരു പക്ഷേ സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ മാത്രം ആണ് കുറച്ച് നേരത്തെ ഇഹ്റാമിൽ പ്രവേശിക്കുക. അതെ, കാരണം ഫ്ലൈറ്റിൽ പോകുമ്പോൾ വളരെ പെട്ടെന്നായിരിക്കും എന്ത് ചെയ്യുക, ഫ്ലൈറ്റ് മീഖാത്ത് വിട്ട് കിടക്കുക. അതുകൊണ്ട് ആ ഫ്ലൈറ്റിൽ വെച്ച് ഒരു പക്ഷേ ഡ്രസ്സ് മാറി ഒരുങ്ങാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മുമ്പ് അനൗൺസ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അപ്പോൾ ഒരുങ്ങുകയും അപ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, മഹാനവറുകളെ, ഞാൻ ദുൽഹുലൈഫ, മദീനക്കാരുടെ മീഖാത്ത് മദീനയിൽ 23 കിലോമീറ്റർ ദൂരെയുള്ള ദുൽഹുലൈഫയാണ്, അവിടെ നിന്നാണോ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്, അതല്ല അതിനേക്കാൾ ആദരവാക്കപ്പെട്ട മസ്ജിദ് നബവിയിൽ നിന്നാണോ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മസ്ജിദ് നബവിയിൽ നിന്നല്ല, മറിച്ച് മീഖാത്തിൽ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക ആണ് ചെയ്യേണ്ടത്. വല്ല ഭയവും ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് അല്പം നേരത്തെ ഇഹ്റാമിൽ പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ ചോദ്യകർത്താവ് സൂചിപ്പിച്ച പോലെ ഉറക്കമോ മറ്റോ ഭയപ്പെടുന്നെങ്കിൽ അടുത്ത സീറ്റിലുള്ള ആളെ ഒന്ന് ഉണർത്താൻ മുൻകൂട്ടി ഏർപ്പാട് ചെയ്യുന്ന ഒന്നായിരിക്കും. അത് ഉംറക്ക് പോവുകയാണെങ്കിലും ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും, ഹജ്ജിന് പോവുകയാണെങ്കിലും മിക്കവാറും ഫ്ലൈറ്റിലെ എല്ലാ ആളുകളും ഹജ്ജിൻ്റെ ആളുകളായിരിക്കും. അപ്പോൾ ഒരു സ്വാഭാവികമായി ഹജ്ജിൽ പഠിക്കേണ്ട കുറേ പാഠങ്ങൾപ്പെട്ടാണ് പരസ്പരമുള്ള സ്നേഹവും സഹകരണവും ഒക്കെ. അപ്പോൾ അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും.